നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ ഇന്ന് അർജൻറ്റീന ഇംഗ്ലണ്ടിനെ നേരിടുകയാണല്ലോ. അർജൻറ്റീന ടീമിനെതിരെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ട്. ഡിഫൻസ് അത്ര പോരാ, പിന്നെ ഭാഗ്യം കൊണ്ടൊക്കെ കയറി വന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകളോട് ഇപ്പോൾ റോദ്രിഗോ ഡി പോൾ പ്രതികരിച്ചിരിക്കുന്നു. അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യം, മറ്റുള്ളവർ പറയുന്നതിന് ഞങ്ങൾ മെയിൻ ചെയ്യുന്നില്ല. മറ്റുള്ളവരുടെ അഭിപ്രായം അവിടെ പറയട്ടെ, അതിന് ഞങ്ങൾക്ക് മറുപടിയില്ല. ഞങ്ങളുടെ കാര്യത്തിൽ ഈ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ വിശദമായ വാക്കുകളിലേക്ക് അദ്ദേഹം പറയുന്നു, മറ്റാളുകളുടെ അഭിപ്രായത്തെക്കുറിച്ച് ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. എൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ, ഈ ടീമിൻ്റെ എനർജി ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നാളത്തെ മത്സരത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അത് അദ്ദേഹം ഇന്നലെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ ഡിഫൻഡേഴ്സ് വളരെ ഹൈ കാലിബറിലുള്ള ഡിഫൻഡേഴ്സാണ്. ലോകത്തെ ഏറ്റവും മികച്ച ഡിഫൻഡർമാരുടെ കൂട്ടത്തിലുള്ളവരാണ്. തീർച്ചയായിട്ടും ഫുട്ബോൾ ലോകത്തിൻ്റെ ആ ഒരു ബഹുമാനം ഞങ്ങൾ നേടിയെടുത്തത് ലോക ചാമ്പ്യന്മാരായിക്കൊണ്ടാണ്. ലോകത്തിന് മുന്നിൽ ഞങ്ങൾ ചാമ്പ്യന്മാരാണെന്നും ഞങ്ങളുടെ കറേജ് എന്താണ് എന്നുള്ളതും വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുള്ളതാണ്. ഞാൻ ഈ താരങ്ങളെയൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഞങ്ങളുടെ ഡിഫൻഡേഴ്സ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റാണ് എന്ന് അദ്ദേഹം വീണ്ടും ഊന്നി പറയുന്നു. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ടൂർണമെൻ്റാണ്. എല്ലായ്പ്പോഴും സ്മോൾ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ടാണ് അതിലെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക. ഞാൻ വിശ്വസിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, മറ്റ് ടീമുകൾക്ക് സംഭവിക്കാത്ത പലതും ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുകൂടി ഇപ്പോൾ റോഡ്രിഗോ ഡി പോൾ തുറന്നു പറയുന്നു. ഏതായാലും മറ്റൊരു കിരീടത്തിലേക്ക് കൂടി പോകാനുള്ള പരിശ്രമത്തിലാണ്, പക്ഷെ അത് അത്ര എളുപ്പമല്ല എന്നുകൂടി അദ്ദേഹം ചേർത്ത് വെക്കുന്നുണ്ട്. എന്തായാലും ഒരു കടുത്ത പോരാട്ടത്തിന് അർജൻറ്റീന ഇന്ന് ഇറങ്ങുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.